PM ശ്രീയിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട നാടകം തുടർന്ന് CPIയും CPMും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നിരാശാജനകമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. CPI ദേശീയ ഘടകവുമായി അടക്കം ചർച്ച ചെയ്ത ശേഷം അടുത്ത നിലപാട് വ്യക്തമാക്കും. CPI മന്ത്രിമാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും യോഗം ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് അടുത്ത ഘട്ടത്തിൽ പറയാം എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നാലെ അറിയിക്കും. പിന്നാലെ അറിയിക്കാം. പിന്നാലെ അറിയിക്കാം. യഥോചിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആലോചനയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. എൻ്റെ പൊന്നു ചങ്ങാതി ബഹളം വെക്കല്ലേ, ഷോട്ട് ചെയ്യല്ലേ. അതുകൊണ്ടൊന്നും താങ്കൾ ശാന്തമായിട്ട് നിൽക്ക്. ശബ്ദമായിട്ടൊരു കാര്യമില്ല. ഓഹോ, പറഞ്ഞോ? ഇന്ന് തീരുമാനമില്ല. ഇന്ന് തീരുമാനമില്ല. കൂടുതൽ വിവരങ്ങളുമായി സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, ബിനോയ് വിശ്വം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച പരാജയപ്പെട്ടിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ നിലപാട് അറിയിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ CPIയുടെ അതൃപ്തി ഏത് രീതിയിലാണ് വ്യക്തമാക്കുന്നത്? രോഹിണി, ഇന്ന് വൈകിട്ട് 3:45 കൂടിയാണ് മുഖ്യമന്ത്രിയുമായി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തിയത്. അത് ഏതാണ്ട് 4:30 വരെ നീണ്ടു. ഈ 3/4 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വം ഉന്നയിച്ച മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത്രയും മുഖ്യമന്ത്രി തള്ളി എന്നത് തന്നെയാണ്. തീർത്തും നിരാശാജനകമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. ഇനിയും എന്താണ് തുടർ നടപടി എന്നത് സംബന്ധിച്ച് 4-ാം തീയതി കൗൺസിൽ ചേരുന്നുണ്ട്. അതിനുശേഷം അത് കൃത്യമായും അറിയിക്കാമെന്നതാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുള്ളത്. കടുത്ത അതൃപ്തിയാണ് CPIക്ക് ഉള്ളത്. എന്നാൽ ഏത് ഘട്ടത്തിലും ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മറ്റ് ഘടകങ്ങളുമായും ഉപരികമ്മിറ്റിയുമായും അടക്കം ആലോചിക്കേണ്ടതുണ്ട്. അത്തരം ആലോചനകൾക്ക് ശേഷം അറിയിക്കാമെന്നതാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പം പൂർണ്ണമായും PM ശ്രീ പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ആവശ്യം തന്നെയാണ് CPI മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിലും മറ്റും കേരളത്തിന് ആ ഫണ്ട് ആവശ്യമാണ്, അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, അത് നിവർത്തിയുള്ളൂ എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത്തരത്തിൽ മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ കടുത്ത അതൃപ്തിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത്. അതിനുശേഷം CPI മന്ത്രിമാരെയും മുഖ്യമന്ത്രി വിളിച്ച് ഈ കാര്യങ്ങളുമായി ചർച്ച ചെയ്തു. തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നതാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ആവശ്യം. അത് ഒരു തരത്തിൽ അംഗീകരിച്ചു എന്ന മട്ടിൽ തന്നെയാണ് CPIയുടെ പ്രതികരണവും. CPI എന്താണ് ഇനി എടുക്കുന്ന തീരുമാനം എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. എന്നാൽ കടുത്ത അതൃപ്തിയുണ്ട്, നിരാശരാണ് എന്നത് മാത്രമാണ് CPIയെ സംബന്ധിച്ച് പറയാവുന്നത്. നമുക്കറിയാം CPI മുൻപൊക്കെയും ഇത്തരം വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചാൽ പോലും അത് ഒരു ഘട്ടം വരുമ്പോൾ CPMന് മുൻപിൽ മുട്ടുമടക്കുന്ന, ഇല്ലെ പിണറായിക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ന്യായീകരണം പോലും പറയാൻ CPIക്ക് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ CPM ഒന്നും പരിഗണിച്ചില്ല എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ CPIക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് എടുക്കുമ്പോൾ, അത്തരമൊരു തീരുമാനം എടുത്താൽ മറ്റൊരു സാഹചര്യം CPIക്കില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. കാരണം ഒരു നിയമസഭാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാൻ പ്രാപ്തിയുള്ള പാർട്ടിയല്ല CPI എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം പടിവാതുക്കൽ എത്തി നിൽക്കെ പിന്നെ എന്ത് ചെയ്യും CPI എന്ന ഒരു വലിയ ചോദ്യചിഹ്നം തന്നെ അവർക്ക് മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യവും ബിനോയ് വിശ്വത്തിൻ്റെ ആ നിരാശയിൽ പ്രകടമായിരുന്നു. എന്തു തന്നെയായാലും LDFിൽ വലിയ ഭിന്നത വന്നിരിക്കുന്നു. അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് ആലോചനകൾ കൂടി ഒരു പക്ഷേ മറ്റ് മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിലെ ആലോചന പോലും CPIയുടെ ഭാഗത്തു നിന്നുണ്ടാവാം. അതിനും എല്ലാം വേണ്ടിയാവാം ഈ സാവകാശം, ഇല്ലെങ്കിൽ പാർട്ടിയെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന പേരുദോഷവും സംസ്ഥാന സെക്രട്ടറിക്ക് വരും. അതിനു മുമ്പ് ദേശീയ നേതൃത്വവുമായും മറ്റ് ഘടകങ്ങളുമായും എല്ലാം ആലോചിക്കേണ്ടതുമുണ്ട്. എന്തു തന്നെയായാലും ഇന്ന് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവുമായി നടന്ന കൂടിക്കാഴ്ച തീർത്തും നിരാശാജനകമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി, ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചർച്ച
പരാജയം എന്നും ബിനോയ് വിശ്വം സമ്മതിക്കുന്നുണ്ട്. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് അടുത്ത ഘട്ടത്തിൽ പറയാം എന്ന് പറയുമ്പോൾ അത് ഏതു രീതിയിലായിരിക്കും CPM ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം മന്ത്രിമാർ അടക്കം എങ്ങനെ മന്ത്രിസഭായോഗത്തിൽ വിട്ടുനിൽക്കും എന്നുള്ള ചില പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും എല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ അടിയന്തരമായി എടുക്കേണ്ട തീരുമാനങ്ങളടക്കമുണ്ട്. അതിലെല്ലാം CPI വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് മുന്നണിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. ഇതേ സാഹചര്യത്തിൽ CPI ഉന്നയിക്കുന്ന മന്ത്രിസഭാ യോഗം കൂടിയിടത്ത് പോലും ഇത്തരം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ അത്തരത്തിൽ ഒരു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്നത് തന്നെയാണ് അവർക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ചർച്ച. ആ ഒരു അനിശ്ചിതത്വം അത് മുന്നണിയെ മൊത്തത്തിൽ തകർക്കും. നമ്മൾ വിലയിരുത്തുമ്പോൾ LDF മുന്നണിക്ക് പറ്റിയ വലിയൊരു പരാജയം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം 5 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഈ പദ്ധതി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം അതിലെ ഒപ്പുവെച്ച് നടപ്പാക്കുമ്പോൾ അത് മുന്നണിയിൽ പൂർണ്ണമായും ഭിന്നിപ്പുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിൽ പൂർണ്ണമായും LDF പരാജയപ്പെട്ടിരിക്കുന്നു ഈ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൽ എന്ന കാര്യവും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പലരും ചൂണ്ടിക്കാട്ടിയ പോലെ മറ്റൊരു സംസ്ഥാനങ്ങൾ ഈ തീരുമാനവുമായി അനുകൂലിച്ച് മുന്നോട്ട് പോയ PM ശ്രീയുമായി ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ അവിടെയെല്ലാം വലിയ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വളർച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ആ നഷ്ടവും ഇവിടുത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന പേരുദോഷം മാത്രമാവും ഇപ്പോൾ PM ശ്രീയിൽ LDF സർക്കാർ ഒപ്പുവെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയ അവസ്ഥ എന്നതുകൂടി LDFനെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ്. എന്തു തന്നെയായാലും CPI ഈ ഭിന്നിപ്പുമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ ഏത് രീതിയിലുള്ള നിൽപ്പാണ് നടത്തുന്നത്? പൂർണ്ണമായും മുന്നണി വിട്ടു പോകുമോ? മന്ത്രിമാർ രാജിവെക്കുമോ? അതേ ആ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇക്കാര്യത്തിൽ